ഇത് കുട്ടികൾക്കുള്ള ഒരു ജീപ്പാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് ELC 8688 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. കളറും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നെറ്റ് ക്വാണ്ടിറ്റി 1 പീസ്. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 36.1 kg ആണ് ഇതിൻ്റെ ബോക്സ് വെയിറ്റും പറയുന്നത്. ഇതിൻ്റെ ബോക്സിൻ്റെ ഡയമെൻഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ഗ്രേഡ് വന്നിട്ട് അതായത് കുട്ടികൾക്ക് 2+, അതായത് 2 വയസ്സിന് മേളിലോട്ടുള്ള കുട്ടികളുടെ നമുക്ക് യൂസ് ചെയ്യാം. മാനുഫാക്ചറിംഗ് ഡേറ്റ് വന്നിട്ട് 2024 ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് മാനുഫാക്ചറിൻ്റെ അഡ്രസ്സും കാര്യങ്ങളുമാണ് ഇത് തന്നിരിക്കുന്നത്. ഒരു നല്ല പാക്കിങ്ങിലാണ് അവർ വന്നിട്ടുള്ളത്. ഇവിടെയും സെയിം കാര്യങ്ങളാണ് 2 ബോക്സിൻ്റെയും 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. വേറെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇത് പറഞ്ഞിട്ടില്ല. ഇതൊരു നോർമൽ പാക്കിംഗ് ടൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവർ ഒടിച്ചിട്ടുണ്ട്. വേറെ തെർമോക്കോളും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ബബിൾ ഷീറ്റിലാണ് റാപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ജീപ്പിൻ്റെ തന്നെ ഫ്രണ്ട് ഗ്രില്ലും ലൈറ്റുമാണ്. ഇത് ടോപ്പിലുള്ളതാണ്. ഇത് ബാക്ക് സൈഡാണ് വരുന്നത്. ഇത് സീറ്റാണ്. ഇത് മാത്രം റാപ്പ് ചെയ്തിട്ടില്ല. അവർ ഇത് റാപ്പ് ചെയ്തിട്ടില്ല. ടയറിന് റാപ്പ് ചെയ്തിട്ടില്ല. കുഷനൊന്നുമല്ല, ജസ്റ്റ് ഫൈബറാണ്. ഇത് ഫ്രണ്ട് ഗ്രില്ലാണ് വരുന്നത്. എല്ലാത്തിലും ലൈറ്റ് ഉണ്ട്. ഈ വൈറ്റ് കളർ കാണുന്നതെല്ലാം ലൈറ്റാണ്. ഇത് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോളും ലൈറ്റും കാര്യങ്ങളും സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ജീപ്പോ എന്ന് പറഞ്ഞുള്ള ഒരു ബ്രാൻഡിങ്ങുമുണ്ട്. കുട്ടികൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇതാണ് അതിൻ്റെ ടയർ വരുന്നത്. നല്ല ഗ്രിപ്പും കാര്യങ്ങളുമാണ്. പക്ഷേ ഇൻഡോർ പർപ്പസ് ആണ്. ഔട്ട്ഡോർ പർപ്പസ് ഇത് വലുതായിട്ട് പറയുന്നില്ല. അല്ലെങ്കിൽ ഇന്റർലോക്ക്, സിമന്റ് അങ്ങനെയൊക്കെയുള്ള പുറത്ത് ഓടിക്കാനേ പറ്റത്തുള്ളൂ. ഓഫ് റോഡോ അങ്ങനെയുള്ള അല്ലെങ്കിൽ മണ്ണിലൊക്കെ ഇട്ട് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടയർ പെട്ടെന്ന് ചീത്താവുന്നതായിരിക്കും. ഫൈബറാണ്, ഫുൾ ഫൈബറാണ്. അലോയ് വീലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 4 ടയറുകളാണ് ഇതിനകത്തുള്ളത്. ഇത് എൻ്റെ ഗ്രില്ലാണ് വരുന്നത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്കിത് ബാക്കി ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കാം. ഇത് ഫ്രണ്ട് ഗ്രില്ലിലുള്ള ഐറ്റംസ് ആണ്. ഇതിന് വന്നിരിക്കുന്നത് 12 വോൾട്ട് 7H ബാറ്ററിയാണ്. അതായത് നമ്മുടെ UPSകളിൽ വരുന്ന സെയിം ബാറ്ററിയാണ് വരുന്നത്. ഇതവർ അതിനകത്ത് സ്ക്രൂ ചെയ്ത് 2 ക്ലാമ്പൊക്കെ വെച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് വരുന്നത്. മോട്ടറിലേക്കുള്ള കണക്ഷനും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഉയർത്തി നോക്കാം. ഇതിനകത്ത് അവരുടെ അതിൻ്റെ സ്ക്രൂ കാര്യങ്ങൾ, ലോക്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിനകത്ത് ചാർജറുണ്ട്. ചാർജർ വന്നിട്ട് 12 വോൾട്ട് DC വോൾട്ടാണ്. 1 മില്ലി ആംപിയർ ആണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് മതിയാവുമെന്ന് അറിയില്ല ഈ ചാർജ് ചെയ്യേണ്ടത്. കുറച്ച് ടൈം എടുക്കും. റൈഡ് ഓൺ ടോൺ ചോയ്സ് എന്ന് പറഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു സാധനമാണ്. മിക്കപ്പോഴും ഇത് കംപ്ലൈൻ്റ് ആവാറാണ് പതിവ്. പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് തന്നെ അവർ ഇൻഡിക്കേഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ഈ ചാർജ് ഫുള്ളാകുമ്പോൾ ഉള്ള ഇൻഡിക്കേഷൻ, ഓട്ടോ കട്ട് LED ഇൻഡിക്കേഷൻ എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്.
റെഡ് വിത്ത് ചാർജിങ്, ഗ്രീനിൽ ചാർജ് കംപ്ലീറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇതതിൻ്റെ റിമോട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ എങ്ങനെ ഇതിൻ്റെ വർക്കിംഗ്, ഫോർവേഡ്, ഡൗൺ ഷിഫ്റ്റ്, നെക്സ്റ്റ്, മ്യൂസിക് അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഇതെങ്ങനെയാണ് പെയർ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിതിപ്പോൾ കംപ്ലൈൻറ്റ് ആയിരുന്നാലും നമ്മൾ വേറൊന്ന് വാങ്ങിയിരുന്നാലും നമുക്ക് ഇതിനകത്ത് പെയർ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ബാറ്ററി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കി നോക്കാം. ബാറ്ററി ഇതിനകത്തുണ്ട്, പവർ ആവുന്നുണ്ട്. ഇതിനകത്ത് ഇനിയുള്ളത് മിഡിലിൽ കപ്പിൽ ഹോൾഡ് ചെയ്യുന്ന ലോക്കും കാര്യങ്ങളും, അതേ സ്ക്രൂ ചെയ്തിട്ട് സ്ക്രൂ കാണാണ്ട് അടച്ചു വയ്ക്കുന്ന ക്യാപ്പാണ് ഇതിനകത്തുള്ളത്. ഇത് നമ്മുടെ സീറ്റാണ് വരുന്നത്, നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ കാണാം. ആദ്യം തന്നെ എടുത്തതിന് ശേഷം സ്ട്രെയിറ്റ് നമ്മൾ നിവർത്തിയിട്ടല്ലേ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട, ടയർ ഫിറ്റ് ചെയ്യേണ്ട. നമ്മളിത് അമർത്തി ഇടണം ഫസ്റ്റ്. അമർത്തി ഇടുമ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളാണ് വരുന്നത് നമ്മളുടെ വീലിലേക്കുള്ള. കാരണം ഇവരിത് ഒതുക്കി ഈ ബോക്സിനകത്ത് വെക്കാൻ കരുതി മാക്സിമം ഇവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് മാറ്റി റൂട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ സ്റ്റിയറിംഗിൻ്റെ ബാലൻസിങ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ കാര്യമാണ്. ലെഫ്റ്റിനും റൈറ്റിലും ടയറിലേക്ക് കൺട്രോൾ പോകുന്നത്. സെൻട്രലിലൊരു മോട്ടറുണ്ട്, അതിലേക്ക് ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും തിരിയുന്ന രീതിയിലുള്ള മെക്കാനിസം ഇതവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ ബോക്സിലേക്ക് വെക്കാൻ കരുതിയിട്ട് ഒരു സൈഡ് അവർ ഇളക്കിയിട്ടാണ് വച്ചിരിക്കുന്നത്. ബോക്സിൽ മടക്കി വെക്കാൻ കണക്കാക്കി അത് നമ്മൾ ജസ്റ്റ് അതിലൊരു സ്ക്രൂവും ഒരു നട്ടും ഉണ്ട്, അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇപ്പുറത്ത് എങ്ങനെയാണോ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ നമ്മളത് ഫിറ്റ് ചെയ്താൽ മതി. അതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെൻട്രൽ ഷാഫ്റ്റിലേക്ക് ആ ഒരു ഗ്രൂവ് വന്ന് വിഴുന്നിട്ടുണ്ടോയെന്ന്, ഒരു പെന്ന് പോലത്തെ ഒരു സാധനമുണ്ട്, അത് അതിൽ വന്ന് വിഴുന്നിട്ടുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇപ്പുറത്ത് എങ്ങനെയാണോ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു സ്ക്രൂ താഴേക്കിട്ട് അടിയിൽ നട്ട് വരുന്ന രീതിയിൽ അങ്ങ് ഫിറ്റ് ചെയ്താൽ മാത്രം മതി. വളരെ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പലരും മിക്ക പരസ്യ വീഡിയോകളിലും വലിയ ആൾക്കാർ ഇങ്ങനത്തെ ടോയ് കാറുകളിൽ മേളിലിരുന്ന് ഓടിച്ച് പോകുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ അത് തികച്ചും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അത് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ടയർ കൺട്രോൾ ചെയ്യുന്ന മോട്ടറിൻ്റെ വലുപ്പം എത്രയാണെന്നും അതിൻ്റെ ഷാഫ്റ്റിൻ്റെ വലുപ്പവും എല്ലാം നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. അത് ജസ്റ്റ് ഒരു വാഷറിലും നമ്മളെ ഫാനിൽ സേഫ്റ്റി പിന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലിപ്പിൻ്റെ ഒരേ ഒരു ബലത്തിലാണ് ഈ ടയർ അത്രയും ഇരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസമാണിത്. ഇത് ഒരു 40 kg താഴെയുള്ള കുട്ടികളാണ്. ഇപ്പോൾ 2 പേരെ വെച്ച് ഓട്ടിച്ചാൽ പോലും 40 താഴെ വരെ ആണെങ്കിൽ മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ആ ജസ്റ്റ് ഒരു ക്ലിപ്പിലാണ് ഈ ഒരു ഇതിരിക്കുന്നത്. ആ വാഷർ നമ്മൾ റിമൂവ് ചെയ്യുക, ഒരു ടയർ കയറ്റുക, തിരിച്ച് ഈ വാഷർ ഫിറ്റ് ചെയ്തിട്ട് ആ ക്ലിപ്പ് ജസ്റ്റ് ഇടുക. ഇത്രയും മാത്രമാണ് ആ ടയറിൻ്റെ ഇത് വരുന്നത്. ഈ ടയറിൽ വേറെ ഒന്നുമില്ല. നമ്മളിത് ആ മോട്ടറിൻ്റെ ഒരു പ്ലാസ്റ്റിക്, ഒരു വൈറ്റ് പ്ലാസ്റ്റിക് ഉണ്ടെന്നില്ല, അതിലൊരു ഗ്രൂ ഉണ്ട്, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, നമ്മളെ ഈ ജസ്റ്റ് വാഷർ ഇടുക, ആ ക്ലിപ്പ് ഇടുക. ഇത്രയും മാത്രമാണ് ഇതിനകത്ത് വരുന്നത്.
നിങ്ങളിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് വാഷർ ഇടുക, ആ ക്ലിപ്പ്, ഇത്രയും മാത്രമാണ് ഇതിനകത്തുള്ളത്. അല്ലാണ്ട് നട്ടോ ബോൾട്ടോ ഒന്നും തന്നെ അതിനകത്ത് ഇല്ല. ഇത്രയ്ക്കുള്ള ആരോഗ്യം ഇതിനകത്തുള്ളൂ. ടയർ അതിൽ നിൽക്കുന്ന ആ വാഷറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. ഇത് ബാക്ക് ലെഫ്റ്റും റൈറ്റും വീലിൻ്റെ ഷാഫ്റ്റാണ്, മെയിൻ ഷാഫ്റ്റായിട്ട് വരുന്നതാണ്. ഇത് ബോക്സിൽ വയ്ക്കുമ്പോൾ ഇത് മടങ്ങിയൊന്നും വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതവ ഇതിൽ നിന്ന് ഇളക്കിയിട്ടാണ് വച്ചിരിക്കുന്നത്. ഇതും നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ആ ക്ലിപ്പും ആ വാഷർ ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ സെൻറ്റർ വഴി ഇതിൽ പാസ് ചെയ്ത് വിടാൻ സാധിക്കുന്നതാണ്.
ഇതിലെ 4 ടയറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടിഭാഗത്തുള്ള എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമുക്ക് തിരിച്ച് ഇട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള ഫിറ്റിങ്സ് വരുന്നത്. ഇതിൽ ഫസ്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ സീറ്റാണ്. സീറ്റ് വയ്ക്കും മുന്നേ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ്. മിക്കവർക്കും അത് മിസ്സായി പോകാറുണ്ട്. അവസാനം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ചാർജ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ഈ ചാർജിങ് പോർട്ട് കാണാത്തത്. ഇത് നേരെ സീറ്റിൻ്റെ അടിവശത്തായിട്ടാണ് വരുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് ആ ക്ലിപ്പിൽ തന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റായിട്ട് ഇത് ക്ലോസ് ചെയ്യുന്ന ഒരു ബാറുണ്ട്. അത് 4 സ്ക്രൂവിലാണ് നിൽക്കുന്നത്. അത് കറക്റ്റായിട്ട് 4 സ്ക്രൂ ഇളക്കിയതിന് ശേഷം ഇത് ഫിറ്റ് ചെയ്താൽ മതി. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് വലിയ ആരോഗ്യമുള്ള പ്ലാസ്റ്റിക് അല്ല. നമ്മൾ ഓവർ ടൈറ്റോ ഒന്നിൽ കൂടുതൽ തവണ ഇളക്കിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രൂ പിന്നീട് ലൂസ് ആവുകയാണ് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു മീഡിയം ടൈറ്റിൽ വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതിൻ്റെ കൺട്രോൾ യൂണിറ്റും അങ്ങനെയുള്ള കേബിളും ഒന്നും നമ്മൾ വേറെ ക്ലാമ്പ് ചെയ്യാനുള്ള മാർഗ്ഗമൊന്നുമില്ല. അത് ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ടിരുന്നാൽ മതി. തമ്മിൽ തട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ വല്ല വയറെല്ലാം പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചോളണം. അത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചാർജിങ് പിന്ന് അതിൽ കണക്ട് ചെയ്ത് നോക്കണം. ചില കേസിൽ അത് കയറാതെ വരും, ചിലപ്പോൾ ലോക്കിൽ നിന്ന് ഇളകി പോകും. അതുകൊണ്ട് നമ്മളത് കൺഫേം ചെയ്യണം. ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്തിട്ടാണെങ്കിൽ പിന്നീട് അത് വീണ്ടും ഈ സ്ക്രൂ എല്ലാം ഇളക്കേണ്ടി വരും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷം മേളത്തെ കംപ്ലീറ്റ് സ്ക്രൂ ഇളക്കിയതിന് ശേഷം ബാക്കി പാർട്സ് ആയിട്ട് സീറ്റിൻ്റെ ഇരിക്കുന്ന ഭാഗവും ചാരിയിരിക്കുന്ന ഭാഗവുമാണ് അടുത്ത് ഫിറ്റ് ചെയ്യേണ്ടത്. എല്ലാം സ്ക്രൂവിൽ തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. എല്ലാത്തിനും 4 സ്ക്രൂ വീതമുണ്ട്. ഇതിൽ തന്നെ സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്. ഇത് ടേക്ക് ചെയ്ത് 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. ഈ മോഡൽ സെലക്ട് ചെയ്യാൻ കാരണം അങ്ങനെയാണ്. 2 മക്കൾക്ക് ഉള്ളവർക്ക് ഈസി ആയിട്ട് സുഖമായിട്ടിരിക്കാം. ഒരു 10 വയസ്സ് വരെയുള്ള 2 കുട്ടികൾക്ക് അധികം വണ്ണമൊന്നും ഇല്ലെങ്കിൽ മാത്രം, നോർമൽ വെയിറ്റ് ഉള്ള ഒരു കുട്ടിക്ക് അങ്ങനെ 2 പേരാണെങ്കിൽ ഈസി ആയിട്ട് ഇതിനകത്ത് ഇരിക്കാൻ സാധിക്കും. അടുത്തതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. ഇതിലും ഒരു വയർ കണക്ഷൻ ഉണ്ട്. നമ്മളുടെ ഇതിൻ്റെ ബോഡിയിലുമായിട്ടും ഒരു വയർ കണക്ഷൻ ഉണ്ടാവും.
ഇത് നമ്മൾ എപ്പോഴും ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം. ഇത് അകത്തോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം പൊളിക്കേണ്ടി വരും ഒരു സൈഡിൽ നിന്ന്. ഒരിക്കൽ ക്ലിപ്പ് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് കറക്റ്റായിട്ട് ഇരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതേപോലെ ഫസ്റ്റ് ഇത് ക്ലിപ്പ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള പണികൾ ചെയ്യാവും. അതിനുശേഷം ഇതിൻ്റെ പൊസിഷൻ നമ്മൾ നോക്കിയതിന് ശേഷം ഇവിടെ 2 പ്രസ് ചെയ്യുന്ന ഒരു ക്ലിപ്പുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ കേബിൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പാടാണ്. കറക്റ്റ് ലോക്കായി. കേബിളെല്ലാം ഇളക്കിയെടുക്കുമ്പോൾ ധൃതിയൊന്നും വെക്കേണ്ടത് പെട്ടെന്ന് കയ്യിലേക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന സാധനമാണ്. അതായതിപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അകത്തോട്ട് പോയാൽ ഇതെല്ലാം ലോക്ക് ടൈപ്പാണ്. അതുകൊണ്ട് വെച്ച് നോക്കിയതിന് ശേഷം കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ പ്രസ് ചെയ്യാവൂ, അല്ലെങ്കിൽ ലോക്ക് പൊട്ടിപ്പോവും. ഇതും ക്ലിക്ക് ടൈപ്പാണ്. ജസ്റ്റ് ഇറക്കി വയ്ക്കുക, ലോക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ഹെഡ്ലൈറ്റ് ഉണ്ടോ, ഇൻഡിക്കേറ്റർ അങ്ങനെയൊക്കെ ഉള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ബാക്ക് റെസ്റ്റ് ആണ് വരുന്നത്. നമ്മൾ ആദ്യമേ ലോക്ക് ചെയ്യരുത്, എങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഒരു വയറും കണക്ഷനൊക്കെ ഉണ്ട്. ഇതെല്ലാം ലൈറ്റാണ്. ഈ മോഡലിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇതിൽ മാത്രമാണ് ഫുൾ ലൈറ്റ് കത്തി. ഇത് ഫ്രണ്ട് ഗ്രില്ലാണ് വരുന്നത്. ഇതൊന്നും ആദ്യമേ ക്ലിപ്പ് ചെയ്ത് കളയരുത്, ഈ അപ്പുറത്ത് ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി അടുത്തതിന്റെ ഫ്രണ്ട് ഗ്രില്ലും ബാക്ക് ഗ്രില്ലുമാണ് ഇനി അടുത്ത ഇനി ബാലൻസ് ഉള്ളത്. അതിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ഫൈനലായിട്ട് ഇനിയുള്ളത് വീൽ കപ്പ് ഫിറ്റ് ചെയ്യാനും കൂടെയാണുള്ളത്. ഇത്രയും കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുള്ള ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിയും. ജസ്റ്റ് പ്രസ്സിങ് ആണ്, 3 ലോക്ക് വരുന്നുണ്ട്. ഇത് ക്ലിപ്പ് ചെയ്തിട്ട് രണ്ടാമത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. ഇതിൻ്റെ ഓൺ വരുന്നത് ലോങ് പ്രസ് ആണ്. ഇതിൽ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടത് മേളിലോട്ടുള്ള ആരോ പ്രസ് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ ഡ്രൈവ് എന്ന് പറഞ്ഞുള്ള വരും. ഇത് ഫാസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, സ്ലോ എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ലോയിൽ ഇട്ടിട്ട് മാത്രമേ ചെയ്യാവൂ ആദ്യം കുട്ടികൾക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ സ്ലോയിലേ പോകും നമ്മൾ ഫ്രണ്ടിലോട്ട്. നമ്മളിപ്പോൾ ഫാസ്റ്റിലാണ് ഇടുന്ന ഈ കുറച്ചുകൂടെ ഫോഴ്സിലാണ് അത് പോകുന്നത്. സ്ലോയിലിട്ട് റിവേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റിവേഴ്സ്. ഇതിൻ്റെ റിമോട്ടിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇതിനകത്ത് പെയർഡ് ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പാക്കറ്റിൽ തന്നെ എങ്ങനെയാണ് പെയർ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിലും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ ജസ്റ്റ് ഓണാക്കുമ്പോൾ തന്നെ നമ്മളെ വണ്ടിയിൽ തന്നെ ബ്രേക്ക് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്കത് പെയർ ആയെന്ന്. ഇതിനകത്ത് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ബ്രേക്ക് ഫംഗ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ ഏത് പ്രസ് ചെയ്തിരുന്നാലും അത് വർക്കാവില്ല. കുട്ടികളൊക്കെ അതിനകത്ത് ഇരിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ബ്രേക്ക് പ്രസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓടില്ല. ബ്രേക്ക് റിലീസ് ചെയ്താൽ മാത്രമേ നമ്മളുടെ റൈറ്റ് ലെഫ്റ്റ് നമ്മളെ നോർമൽ ഇതേപോലെ തന്നെ നമ്മൾ ചെറിയ കാർ ഓട്ടിക്കും പോലെ തന്നെയാണ് ചെയ്യുള്ളൂ. എന്നിട്ട് ഫോർവേഡ് നമുക്ക് ഫോർവേഡ് പോകേണ്ടതിന്, റിവേഴ്സ് തിരിച്ചു വരേണ്ടതിന്. നമുക്കിതിനകത്ത് തന്നെ ഹോണുണ്ട്, ലൈറ്റ് കൺട്രോൾ ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ചാർജറിന് അധികം നീളമൊന്നുമില്ല, അതുകൊണ്ട് ഒരു എക്സ്റ്റൻഷൻ കോഡ് യൂസ് ചെയ്തിട്ട് വേണം ചാർജ് ചെയ്യാൻ കരുതിയിട്ട്. നമ്മളത് ജസ്റ്റ് പ്ലഗ് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുക. റെഡ് ആണെങ്കിൽ നമ്മളുടെ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ചാർജ് ഫുള്ളാകുമ്പോൾ അത് ഗ്രീൻ കളർ കത്തുന്നതായിരിക്കും. അപ്പോഴേ ഏകദേശം 14 വോൾട്ടേജ് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ്. 12 വോൾട്ട് ബാറ്ററി ആണെങ്കിലും ചാർജിങ് മാക്സിമം അവർ കൊടുത്തിരിക്കുന്നത് 14 വോൾട്ടാണ്. 14 വോൾട്ട് ആകുമ്പോഴാണ് ഇത് ഗ്രീൻ കളർ ആവുന്നത്. ചില നേരങ്ങളിൽ ഇത് ഗ്രീനും റെഡും ഒരുമിച്ച് കത്തി നിൽക്കും. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ബാറ്ററി ഓവർലോഡായി അല്ലെങ്കിൽ ഓവർ ഹീറ്റായി നിൽക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ശേഷം മാത്രം ചാർജ്, അതായത് കുട്ടികളൊക്കെ അധികമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് ബാറ്ററി ചൂടായി ഉടനെ തന്നെ ചാർജിൽ ഇടുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ കാണിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം ഇത് നോർമലി ചാർജ് കയറുന്ന സമയത്ത് റെഡാണ് കാണിക്കുന്നത്. ചാർജ് ഫുള്ളായോടെ ഗ്രീന് കത്തുന്നതായിരിക്കും.
യോ യോ